ഈ കുട്ടിയെ കണ്ടെത്താൻ നിമിത്തമായ അലക്സ് റാം മുഹമ്മദ് തത്സമയം നമുക്കൊപ്പം ചേരുകയാണ്. എങ്ങനെയാണ് ഇത് സംഭവിച്ചത് എന്നറിയാൻ തീർച്ചയായിട്ടും ഈ വാർത്ത ആദ്യമായി കാണുന്ന പ്രേക്ഷകർക്ക് കൗതുകമുണ്ടാകും. ആ കൗതുകത്തിന് വേണ്ടി മാത്രം ഞാൻ അലക്സ് റാം മുഹമ്മദിനോട് ഒന്ന് സംസാരിക്കുന്നു. ഗുഡ് മോർണിംഗ് അലക്സ് റാം മുഹമ്മദ്. ആദ്യം കൺഗ്രാജുലേഷൻസ് എന്ന വാക്കാണ് ഉപയോഗിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. എന്തിലും ഒരു പത്രപ്രവർത്തകൻ എങ്ങനെ പ്രവർത്തിക്കണം എന്നതിന് അലക്സ് റാം മുഹമ്മദ് ഇന്നലെ മോഡലായി എന്നുള്ളതാണ് എന്നെ ഏറ്റവും സന്തോഷിപ്പിക്കുന്നത്. എപ്പോഴും അലക്സ് റാമിൻ്റെ റിപ്പോർട്ടുകളൊക്കെ തന്നെ വളരെ വ്യത്യസ്തമായി പോകുന്ന സംഭവം ഞാൻ കണ്ടിട്ടുണ്ട്. അതേസമയം അതിൽ നിന്നൊക്കെ അപ്പുറമായി ഒരു കുറ്റാന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ ചാരുതയോടെ കൃത്യതയോടെ ഈ മലയാളി സമാജം പ്രവർത്തകരെ അതിന് പ്രേരിപ്പിക്കുകയും ആ ഇടപെടൽ നടത്തി അവസാനം അതൊരു നല്ല ക്ലൈമാക്സിൽ എത്തിക്കുകയും ചെയ്ത അലക്സ് റാം മുഹമ്മദ് മലയാളികൾക്കെന്നും അഭിമാനമുള്ള വ്യക്തിയായി തുടരും. അപ്പോൾ അലക്സ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ മലയാളി സമാജം പ്രവർത്തകരെ കോൺടാക്റ്റ് ചെയ്യണം എന്ന് അലക്സിന് തോന്നാൻ കാരണം? SKN ഗുഡ് മോർണിംഗ്. SKN നല്ല വാക്കുകൾക്ക് നന്ദി. മലയാളികളുടെ ഒന്നാകെ ഉള്ള വിജയം അല്ലെങ്കിൽ അഭിമാനം എന്നുള്ളത് മാത്രമേ കാണുന്നുള്ളൂ. SKN തന്നെ സൂചിപ്പിച്ചതുപോലെ നമുക്കതിൻ്റെ ക്രെഡിറ്റ് ഒന്നും വേണ്ട. SKN ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. SKN പ്രധാനമായി ഈ വിശാഖപട്ടണത്തെ മലയാളികളെ ബന്ധപ്പെടണമെന്ന് തീരുമാനിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന്, നമ്മൾ വൈകുന്നേരം ഏതാണ്ട് ഞാൻ നാഗർകോവിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നാഗർകോവിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ഈ രാവിലെ ലഭിച്ച ഈ 13 വയസ്സുകാരിയുടെ ഫോട്ടോയ്ക്ക് പിന്നാലെ ഒരു ലീഡ് ലഭിക്കുന്നത് വൈകുന്നേരത്തോടു കൂടി നാഗർകോവിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ്. അത് അവിടുത്തെ CCTV ദൃശ്യമായിരുന്നു. ഈ 13 വയസ്സുകാരി ആ നാഗർകോവിൽ റെയിൽവേ സ്റ്റേഷനിലെ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങി വെള്ളം എടുത്ത് തിരികെ അതേ ട്രെയിനിലേക്ക് കയറുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. തൊട്ടു പിന്നാലെ കന്യാകുമാരിയിൽ നിന്നും സമാനമായ ദൃശ്യങ്ങൾ പുറത്തു വന്നു. ഒരു അനുമാനത്തിലേക്ക് പോലീസ് എത്തിയത് കുട്ടി കന്യാകുമാരി വരെ എത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞുള്ള അന്വേഷണത്തിൽ മനസ്സിലായി കുട്ടി കന്യാകുമാരിയിൽ നിന്ന് ചെന്നൈയിൽ എത്തിയിട്ടുണ്ട്. അതായത് ഇന്നലെ പുലർച്ചെ 6:30 മണിയോടുകൂടി കുട്ടി ചെന്നൈയിൽ എത്തിയിട്ടുണ്ടെന്നുള്ള അനുമാനം പോലീസിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നു. തൊട്ടു പിന്നാലെ തന്നെ ചെന്നൈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട കുട്ടിയുടെ CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വരുന്നു. ആ അനുമാനം സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ കുട്ടി പിന്നെ എങ്ങോട്ടായിരിക്കും പോവുക എന്നുള്ളതാണ് സ്വാഭാവികമായ ചോദ്യം. കുട്ടി ഇത് പ്ലാൻ ചെയ്ത യാത്രയാണെങ്കിൽ പോകാൻ സാധ്യതയുള്ളത് ബാംഗ്ലൂരിൽ കുട്ടിയുടെ സഹോദരൻ്റെ അടുത്തേക്ക്, അതല്ല എങ്കിൽ ഗുവാഹത്തിയിൽ, അതായത് ആസാമിൽ കുട്ടിയുടെ നാട്ടിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഇനി അതുമല്ല എങ്കിൽ മറ്റെവിടേക്കെങ്കിലേക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഗുവാഹത്തി എന്നൊരു ചിന്ത നിൽപ്പുണ്ട്. അത് ഈ പറഞ്ഞ ചെന്നൈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 8 കിലോമീറ്റർ അപ്പുറം പെരുമ്പൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി 9:30 മണിക്ക് ശേഷമാണ് ആ ട്രെയിൻ ഉള്ളത്, ഈ അരോണ എക്സ്പ്രസ് ഉള്ളത്. അതിൽ കയറണം കുട്ടി. പക്ഷേ അതിനു മുമ്പുള്ള ട്രെയിൻ, അതായത് കുട്ടി 6:30 മണിക്ക് അവിടെ എത്തിച്ചേർന്നതിന് ശേഷമുള്ള ട്രെയിൻ ഏതായിരിക്കും എന്നുള്ള ആലോചനയിൽ നിന്ന്, പ്രത്യേകിച്ച് വിശാഖപട്ടണത്ത് കൂടിയാണ്, വിശാഖപട്ടണം വഴിയാണ് ഈ 2 ട്രെയിനുകളും കടന്നു പോകുന്നത്. വിജയവാഡ കേന്ദ്രീകരിച്ച് ഒരു പരിശോധന നടത്തും, അതിനുള്ളൊരു നിർദ്ദേശം കേരള പോലീസ് ആന്ധ്ര പോലീസിന് നൽകിയെന്നൊരു വാർത്ത പോലും വന്നൊരു പശ്ചാത്തലം ആ ഘട്ടത്തിലുണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ആ ഒരു വഴിക്ക് നീങ്ങിക്കൂടാ എന്നുള്ള ചിന്ത അങ്ങനെയാണ് വന്നത്. അങ്ങനെയാണ് ഈ സ്വാഭാവികമായി ഈ ട്രെയിനിൻ്റെ യാത്രാ ചരിത്രം പരിശോധിക്കുന്ന ആപ്ലിക്കേഷനിൽ കയറി ഒരു പരിശോധന നടത്തിയത്. അവിടെയാണ് ഈ താമ്പരം എക്സ്പ്രസ് രാവിലെ 7:45 ചെന്നൈയിൽ നിന്ന് ഈ സമയത്ത് കുട്ടി അവിടെ എത്തി അല്പസമയത്തിനകത്ത് അവിടെ നിന്ന് പുറപ്പെടുന്ന തരത്തിൽ ഒരു ട്രെയിൻ കാണുന്നത്. അത് എവിടെ എത്തിയെന്ന് പരിശോധിക്കുമ്പോൾ അത് വിജയവാഡ പിന്നിട്ടുണ്ട്, ഏതാണ്ട് വിശാഖപട്ടണത്തേക്ക് അടുക്കുന്നുണ്ട്. ആദ്യം തന്നെ ആ ട്രെയിൻ നമ്പർ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, 22842 എന്നാണ് ട്രെയിൻ നമ്പർ. ഞാൻ ആ ട്രെയിൻ നമ്പർ മനഃപ്പാഠമാക്കി ഞാനത് കുറിച്ചു വെച്ചതിന് ശേഷം ആ കുട്ടിയുടെ ഫോട്ടോയുമായി ഞാൻ ഈ വിശാഖപട്ടണത്തെ ഈ മലയാളി സമാജം പ്രവർത്തകനായ ഹരിദാസേട്ടനെ വിളിക്കുന്നു. ഹരിദാസേട്ടനുമായി അടുത്ത ബന്ധമുണ്ട്. അത് ഈ ആന്ധ്രാപ്രദേശിലെ തിരഞ്ഞെടുപ്പ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പോകുമ്പോഴാണ് അദ്ദേഹവും അതുപോലെ തന്നെ വിജയവാഡയിലെയൊക്കെ മലയാളികളുമായി അടുത്ത ബന്ധം ഉണ്ടാകുന്നത്. ആ ബന്ധത്തിൻ്റെ പുറത്താണ്, ആ സ്വാതന്ത്ര്യത്തിലാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. അദ്ദേഹത്തെ വിളിച്ച് ഈ കാര്യം പറയുന്നു. അദ്ദേഹം ഈ വാർത്ത രാവിലെ മുതൽ തന്നെ, കഴിഞ്ഞ ദിവസം മുതൽ തന്നെ കാണുന്നുണ്ടായിരുന്നു എന്ന് പറയുന്നു. അവിടെയുള്ള മലയാളികളൊക്കെ ഈ വാർത്ത അറിയുന്നുണ്ട്. അത് മാത്രമല്ല SKN, നമ്മൾ മലയാള മാധ്യമങ്ങൾ മുഴുവൻ ഈ വാർത്ത ഉടനീളം സംപ്രേഷണം ചെയ്യുന്നുണ്ട്. കുട്ടി കേരളത്തിൽ എവിടെയെങ്കിലുമാണ് സഞ്ചരിക്കുന്നതെങ്കിൽ സ്വാഭാവികമായി കുട്ടി അതിനോടകം കണ്ടെത്തിയാണ്. പക്ഷേ കേരളത്തിലൂടെ അല്ല കുട്ടി സഞ്ചരിക്കുന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. അപ്പോൾ ഇവരുടെ സഹായം തേടാം എന്നുള്ളത് കൊണ്ട് ഹരിദാസേട്ടനോട് ഈ വിവരം പറയുന്നു. ഹരിദാസേട്ടൻ പറയുന്നു, ഞങ്ങൾ പോയി നോക്കാം, വിശാഖപട്ടണത്തേക്ക് ഞങ്ങൾ എത്തി നോക്കാം എന്ന് പറയുന്നു. ഞാൻ വിജയവാഡയിലുള്ള ഹക്കീമിക്ക എന്ന് വിളിക്കുന്ന ഒരു മനുഷ്യനെ, കണ്ണൂർ സ്വദേശിയാണ്, അദ്ദേഹത്തെ ഞാൻ ബന്ധപ്പെട്ട് ഈ വിവരം പറയുന്നുണ്ട്. ഈ ട്രെയിൻ നമ്പറും മറ്റു കാര്യങ്ങളും ഈ കുഞ്ഞിൻ്റെ ഫോട്ടോയും അടക്കം അദ്ദേഹത്തിന് നൽകി. അദ്ദേഹവും വിശാഖപട്ടണത്തെ ചിലരെ വിളിച്ച് ഈ കാര്യങ്ങൾ നിർദ്ദേശിച്ചു. അവിടെ നിന്ന് തന്നെ ഈ മറ്റു ചിലർ, ഈ ഷാജി എന്ന് പറയുന്ന ഷാജി ചേട്ടനടക്കമുള്ളവരെ നിർദ്ദേശിച്ച് എനിക്ക് ആ നമ്പർ സെൻഡ് ചെയ്തു. ഞാൻ ഈ ഷാജി ചേട്ടനെ വിളിച്ച് ഈ വിവരം അദ്ദേഹത്തോടും പറഞ്ഞു. അദ്ദേഹത്തിന് ഞാൻ ഈ ട്രെയിൻ നമ്പറും അതുപോലെ തന്നെ ഈ കുഞ്ഞിൻ്റെ ഫോട്ടോയും ഒക്കെ അയച്ചു കൊടുത്ത് ഈ വിവരം പറഞ്ഞു. അവർ എന്താണെങ്കിലും അത് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ വീണ്ടും കോൾ കട്ട് ചെയ്ത് ഈ മനുഷ്യരോട് ഞാൻ പറഞ്ഞു, അതൊരു അനുമാനം മാത്രമാണ്, ഒരു സംശയം മാത്രമാണ്.
മാത്രമാണ്. ഞാൻ ഒരു കൺഫർമേഷൻ അല്ല. നിങ്ങളുടെ വിലപ്പെട്ട സമയം ചിലപ്പോൾ നഷ്ടപ്പെട്ടേക്കാം. അതുകൊണ്ട് മറ്റൊന്നും തോന്നരുത്. ഒരു സംശയത്തിൻ്റെ പുറത്തുള്ള അന്വേഷണം മാത്രമായിരിക്കും ചേട്ടാ എന്ന് ഞാൻ പറഞ്ഞു. അത് കുഴപ്പമല്ല, നമുക്കത് ശ്രമിക്കാമെന്ന് അവർ പറയുന്നു. നിരന്തരം പിന്നെയും ആ ശ്രമം നടത്തുന്നു. 8:45 കൂടി വീണ്ടും അരോണ എക്സ്പ്രസ് കൂടി ഒന്നുകൂടി പരിശോധന നടത്തണം എന്ന് പറഞ്ഞ് ആ ട്രെയിൻ നമ്പർ കൂടി ഞാൻ വീണ്ടും അവർക്ക് അയച്ചു കൊടുത്തു. ഈ മനുഷ്യർക്ക് എല്ലാവർക്കും ഞാൻ അത് അയച്ചു കൊടുത്തു. അതും ഈ വഴി തന്നെയാണ് കടന്നു വരുന്നതെന്ന് പറഞ്ഞു. അവർ പറഞ്ഞത് എന്താണെങ്കിലും ഏറെക്കുറെ അടുത്തടുത്ത സമയത്താണ് ഈ 2 ട്രെയിനും വരുന്നത്. വിശാഖപട്ടണം വഴി വരുന്നത്, വിജയവാഡ വിട്ടിട്ടുണ്ട്, വിശാഖപട്ടണം വഴി വരുന്നത്. അവരവിടെ തയ്യാറാണ്. ഏതാണ്ട് 15ഓളം മലയാളി സമാജ പ്രവർത്തകർ അവിടെയുണ്ട്. അവർ സംഘം ചേർന്ന് അതിനോടകം തന്നെ അതിനുള്ളൊരു കൃത്യമായ പ്ലാൻ അവർ എടുത്തിരുന്നു എസ് കെ എന്നുള്ളതാണ് ഏറ്റവും എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം, എന്നെ അതിശയപ്പെടുത്തുന്ന കാര്യം. ആ മനുഷ്യർ നമ്മൾ പറഞ്ഞ ഒരു വാക്ക് കേട്ട് ആ മലയാളികൾ അവിടെ ഒരുമിച്ചെത്തി. അവർ സംഘം തിരിഞ്ഞ് അവരോട് ഞാൻ പറഞ്ഞത് ഈ ലോക്കൽ കമ്പാർട്ട്മെൻറ്റിൽ കുട്ടിയെ ആദ്യം തിരയുക എന്നുള്ളതാണ്. അവർ അതിനനുസരിച്ച് ഫ്രണ്ടിലും അതുപോലെ ബാക്കിലും നടുക്കുമായി നിലയുറപ്പിക്കുന്നു. അതിലേറ്റവും മുന്നിൽ നിന്ന 3ാമത്തെ കമ്പാർട്ട്മെൻറ്റിൽ ഈ കുട്ടി ഉണ്ടായിരുന്നു എന്ന വിവരം കിട്ടുന്നത്, ആ കുട്ടിയെ കാണുന്നത് ഹരിദാസേട്ടനാണ്. ഹരിദാസേട്ടൻ കുട്ടിയെ കാണുമ്പോൾ കുട്ടി ഈ ബർത്തിൽ കമിഴ്ന്ന് കിടക്കുകയായിരുന്നു, കുട്ടി കരയുകയായിരുന്നു എന്നുള്ളതാണ്. ആ പ്രഥമ കാഴ്ചയിൽ തന്നെ അദ്ദേഹത്തിന് സംശയം തോന്നി. നമ്മൾ അയച്ചു കൊടുത്ത ഫോട്ടോയോടൊക്കെ അദ്ദേഹം അത് ഒത്തുനോക്കി. കുട്ടിയാണെന്ന് ഉറപ്പ് വരുത്തി കുട്ടിയോട് സംസാരിച്ചു. തൊട്ടടുത്ത കമ്പാർട്ട്മെൻറ്റിലുണ്ടായിരുന്ന സ്ത്രീകൾ പറഞ്ഞത് അത് അവരുടെ കുട്ടിയാണ് എന്നുള്ളതാണ്. അവിടെയാണ് ഹരിദാസേട്ടൻ അത് ആ വിവരം പങ്കുവെക്കുമ്പോഴാണ് ഒരുപക്ഷെ ആ വാർത്തയുടെ ഒരു മിന്നൽ പിണർ നമുക്കുള്ളിലൂടെ കടന്നു പോകുന്നത്. ആ കുഞ്ഞിനെ ഒരുപക്ഷെ അവിടെ നിന്ന് രക്ഷിക്കാൻ സാധിച്ചില്ലായിരുന്നെങ്കിൽ അത് എവിടേക്കായിരിക്കും പോവുക, അത് ആരുടെ കയ്യിലായിരിക്കും പെടുക എന്നുള്ളത് അങ്ങേയറ്റം നമ്മളെ ഈ ബാധിച്ചൊരു കാര്യമാണ്. അവിടെയാണ് ആ വാർത്തയുടെ ഇടപെടൽ എന്നുള്ളത് കൊണ്ട് നമ്മളെ വ്യക്തിപരമായും അതുപോലെ 24-നെയും ഒക്കെ സന്തോഷപ്പെടുത്തുന്നത് ആ ഇടപെടൽ അവിടെ ഉണ്ടായി എന്നുള്ളത് കൊണ്ടാണ്. അങ്ങനെയാണ് എസ് കെ ആ ഇടപെടൽ ഉണ്ടാകുന്നത്. ആ കുട്ടിയെ കണ്ടെത്തിയ ഉടൻ തന്നെ ഹരിദാസേട്ടൻ അതുപോലെ ഷാഹിച്ചേട്ടനും ഒക്കെ എന്നെ വിളിക്കുന്നു, ഈ വിവരം തരുന്നു, അവർ എനിക്ക് ദൃശ്യങ്ങൾ അയച്ചു തരുന്നു, ഫോട്ടോസ് അയച്ചു തരുന്നു. അപ്പോൾ തന്നെ നമ്മൾ അത് ബ്രേക്ക് ചെയ്ത് അത് തത്സമയത്തിലേക്ക് കയറുകയായിരുന്നു എസ് കെ. ഇതാണ് അതിന് പിന്നിലുണ്ടായ ഒരു കാര്യം. താങ്കൾ അവിടെ തന്നെ തുടരണം. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ കുട്ടിയെ ആദ്യമായി ട്രെയിനിൻ്റെ ബോഗിയിൽ കണ്ടെത്തിയ മലയാളി സമാജത്തിൻ്റെ പ്രതിനിധി കെ ഹരിദാസ് നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. ഹരിദാസ്, ഗുഡ് മോർണിംഗ്. ആദ്യമേ തന്നെ നിങ്ങൾക്കും മലയാളി സമാജം പ്രവർത്തകർക്കും ഒരു വലിയ സന്തോഷവും താങ്ക്സും പറയുന്നു. കാരണം കേരളത്തിലെ ലോകമെമ്പാടും ഇരുന്ന് ഇത്രയും മണിക്കൂറുകൾ ഈ സംപ്രേഷണം കണ്ട മലയാളികൾ അപ്പാടെ നിങ്ങളെ ഓർത്ത് അവർ സന്തോഷിക്കുന്നുണ്ട്, അഭിമാനിക്കുന്നുണ്ട്. പിന്നെ അലക്സ് റാം മുഹമ്മദിൻ്റെ ഒരു ഇടപെടൽ അതിന് നിമിത്തമായി എന്ന് പറയുമ്പോൾ 24-നും സന്തോഷമുണ്ട്. എന്നാൽ ഇതൊരു ക്രെഡിറ്റ് എടുക്കുന്ന പ്രശ്നമല്ല. ആത്യന്തികമായി നമ്മുടെ ഇടയിലുള്ള ഒരു കുട്ടിയെ നമുക്ക് സംരക്ഷിച്ച് നിർത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ക്രെഡിറ്റ് ആരോ കൊണ്ടുപോട്ടെ എന്നുള്ളതാണ് എൻ്റെ നിലപാട്. ഓക്കെ, പറയൂ ഹരിദാസ്. താങ്കളുമായിട്ട് കുറച്ചു കാലമായിട്ട് അലക്സിന് ബന്ധമുണ്ടെന്ന് എനിക്കറിയാം. പറയൂ വിവരങ്ങൾ. അതെ 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 ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാറേ. വളരെ വളരെ സന്തോഷം. അതായത് നമുക്ക് ആദ്യം മറ്റേ അനുസരിച്ചിട്ടാണ് അലക്സ് ഒരു 7:30 ആകുമ്പോഴാണ് വിളിക്കുന്നത് വൈകിട്ട്. അപ്പൊ അലക്സ് ഇങ്ങനെ ഒരു ആവശ്യം പറഞ്ഞ ഉടനെ ഞങ്ങള് ശരി ചെയ്യാം. ഞാനൊരു 10-20 കിലോമീറ്റർ ഇപ്പുറത്താണ് താമസിക്കുന്നത്. എന്നാലും ഞാൻ പോയിട്ട് ട്രൈ ചെയ്യാന്നുള്ളൊരു ഇത് പറഞ്ഞു. അത് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ മലയാളി സമാജത്തിലെ കേരള കലാസമിതി എന്നുള്ള വിശാഖപട്ടണത്തെ അസോസിയേഷന്റെ ഭാരവാഹികളെല്ലാം എല്ലാവരെയും വിളിച്ച് കുറച്ച് 10-15 പേര് ചേർന്ന് ഞങ്ങൾ പോയി അലക്സ് പറഞ്ഞ പോലെ തന്നെ 3 വിഭാഗമായിട്ട് ഞങ്ങൾ തെരച്ചിൽ നടത്തി. ആ ഒരു അലക്സ് തന്ന ക്ലൂവിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അൺറിസർവ്ഡ് കമ്പാർട്ട്മെന്റ് ബേസ് ചെയ്തിട്ട് സെർച്ച് ചെയ്യാൻ തുടങ്ങിയത്. ആ സെർച്ച് ചെയ്തപ്പോൾ അത് ഭാഗ്യവശാൽ അത് 3ാമത്തെ കമ്പാർട്ട്മെന്റിൽ അത് എൻ്റെ കയ്യിൽ തന്നെ കുട്ടിയെ കിട്ടി എന്നുള്ളതിൽ വളരെ സന്തോഷം അറിയിക്കുന്നു. ഹരിദാസ്, താങ്കൾ ചെയ്ത ഏറ്റവും വലിയ നല്ല കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഒരുപക്ഷേ നമ്മുടെ അലക്സ് റാം ഇപ്പോൾ അല്പം മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഈ കുട്ടിയെ അവകാശപ്പെട്ട ആ സ്ത്രീകൾ ഉണ്ടായിരുന്നല്ലോ ട്രെയിനിൽ, ആ സ്ത്രീകളുടെ കയ്യിലെങ്ങാനും പോയി ഈ കുട്ടി പെടുകയായിരുന്നെങ്കിൽ നമുക്ക് ആലോചിക്കാൻ പറ്റാത്ത ലെവലിലേക്ക് ഈ സംഭവം മാറിപ്പോയേനെ. എന്തായാലും അന്ത്യ നിമിഷത്തിൽ, വളരെ നിർണായകമായൊരു നിമിഷത്തിൽ ഹരിദാസിനും മറ്റ് മലയാളി പ്രവർത്തകർക്കും അവിടെ ഇടപെടാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ അഭിമാനകരവും സന്തോഷകരവുമായ കാര്യമാണ്. കാരണം നിങ്ങളൊരു ഒരു പോലീസ് ഓഫീസറുടെ എന്നൊരു പോലീസ് ഓഫീസറുടെ കൃത്യതയോടെ ആ സ്ത്രീകളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും ആ കുട്ടിയെ വീണ്ടെടുക്കുകയും ചെയ്തു. അതിന് നിങ്ങൾക്കൊരു പ്രത്യേക താങ്ക്സ് ഉണ്ട് കേട്ടോ. പറയൂ. ഓക്കെ, താങ്ക് യു. അതെ അതിലാണ് എനിക്കൊരു വലിയൊരു സംശയം വരുന്നത്. ഇവര് ഈ കുട്ടി കിടക്കുന്നത് നമ്മുടെ അൺറിസർവ്ഡ് കമ്പാർട്ട്മെന്റിൽ ലഗേജ് വെക്കുന്ന പിന്നെ ഗ്രില്ല് ഇട്ടിട്ടുള്ള ഒരു ഇതുണ്ടാവുമല്ലോ, അതിലാണ് ഈ കുട്ടി കിടക്കുന്നുണ്ടായിരുന്നത്. കുട്ടി കമിഴ്ന്ന് കിടക്കുകയായിരുന്നു. അപ്പോൾ ഈ ഡ്രസ് കോഡ് വെച്ചിട്ടാണ് നമ്മൾ ഇത് തന്നെയാണ് എന്നുള്ളൊരു സംശയം പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ എൻ്റെ കൂടെയുള്ളവരെല്ലാം ഞാൻ വേഗം വിളിച്ചു വരുത്തി ചോദിച്ച അവിടെയുള്ള ആ കോപ്പിയിൽ ജെൻസ് മാത്രമേ ഉള്ളൂ. അപ്പൊ അവരോട് ചോദിച്ചപ്പോ ഈ കുട്ടി അപ്പുറത്തിരിക്കുന്ന സ്ത്രീയുടെ മകളാണെന്നാണ് പറഞ്ഞത്. പക്ഷെ ആ സ്ത്രീയോട് ചോദിച്ചപ്പോ ആ സ്ത്രീയും എൻ്റെ കുട്ടി തന്നെ എന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങള് വളരെ ഒന്ന് സീരിയസ് ആയിട്ട് അവരുടെ അടുത്ത്
ഇത് ടിക്കറ്റ് എടുക്കുക എവിടേക്കാ പോണം എന്നൊക്കെ ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞപ്പോൾ അവരൊന്ന് പരുങ്ങുന്നതായിട്ട് നമ്മൾ കാണുകയുണ്ടായി. ഹരിദാസ് ജി, അപ്പോ ഒരു നിമിഷം. അലക്സ്, യഥാർത്ഥത്തിൽ നമ്മുടെ ഈ വിശാഖപട്ടണത്തെ മലയാളി സമാജം പ്രവർത്തകർ ഹരിദാസും ഹക്കീമും ഒക്കെ ഉൾപ്പെടെയുള്ള ആളുകൾ എത്ര വേഗമായിരുന്നു ഹരിദാസിന്റെ അഭ്യർത്ഥന കേട്ടിട്ട് അവർ പ്രവർത്തിച്ചത്? കാര്യം ഒട്ടും സമയം പാഴാക്കിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായും അങ്ങേയറ്റം സ്പീഡി ആയിട്ടുള്ള ഒരു ഇടപെടൽ അവരുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളതാണ് ഈ കുട്ടിയെ കണ്ടെത്താൻ സാധിച്ചത്. അതിൽ ഞാൻ ആവർത്തിച്ചു, ഞാൻ ഇന്നലെ രാത്രിയും ഞാൻ എല്ലാ മനുഷ്യരെയും ഞാൻ വിളിച്ച് നന്ദി പറഞ്ഞു, വ്യക്തിപരമായ നന്ദി പറഞ്ഞു, എൻ്റെ സ്ഥാപനത്തിൻ്റെ കീഴിൽ അതായത് 24-ന്റെ നന്ദി പറഞ്ഞു, ഞങ്ങൾ മലയാളികളുടെ നന്ദിയെല്ലാം മനുഷ്യരെ അറിയിച്ചു. ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മൾ മലയാളികളാണ്, നമ്മൾ ഏത് നാട്ടിലാണെങ്കിലും നമുക്ക് ആ ബോധമുണ്ട് എന്നുള്ളത് നിങ്ങൾ തെളിയിച്ചു, അതിൽ അഭിമാനമുണ്ട് എന്ന് ഞാൻ ആ മനുഷ്യരോട് പറഞ്ഞു. അതുതന്നെയാണ്, അത് പറഞ്ഞിട്ട് അവർ ഒരു നിമിഷം പോലും അവർ മാറി നിന്നില്ല എന്നുള്ളതാണ്. അവർ അങ്ങേയറ്റം അവർക്ക് കിട്ടാവുന്ന മലയാളി സമാജം പ്രവർത്തകരെ അവർ കൂട്ടിയോജിപ്പിച്ച റെയിൽവേ സ്റ്റേഷനിലേക്ക് പാഞ്ഞെത്തുന്നു. ഹരിദാസേട്ടൻ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ വീട് അല്ലെങ്കിൽ അദ്ദേഹം താമസിക്കുന്നത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏതാണ്ട് 20 കിലോമീറ്റർ അകലെയാണ്. അദ്ദേഹം അടക്കമുള്ളവർ അവിടേക്ക് എത്തി. ഈ വാർത്തയുടെ ഒരു ഗ്രാവിറ്റി എത്രത്തോളം എന്ന് ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് അവർ അവിടേക്ക് എത്തിയതും ഈ അന്വേഷണത്തിന്. അത് മാത്രമല്ല, അദ്ദേഹം എന്നോട് ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്, RPF ഉദ്യോഗസ്ഥരോട് നിങ്ങൾ സർക്കാർ മുഖേന, അതായത് ഇവിടുത്തെ പോലീസിനെ കൊണ്ടൊന്ന് പറയിപ്പിക്കുമോ, കാരണം ഞങ്ങൾക്ക് അങ്ങനെ ഇറങ്ങി ഒരു ട്രെയിനിൽ പരിശോധന നടത്തുന്നതിന് പരിമിതിയുണ്ട്. അത് സത്യമാണ്. RPF ഉദ്യോഗസ്ഥരോട് അത്തരമൊരു നിർദ്ദേശം ലഭിച്ചിരുന്നില്ല. നമ്മൾ അതിനൊരു ശ്രമവും നടത്തി. കഴക്കൂട്ടം AC പറഞ്ഞ് ഈ RPF ഉദ്യോഗസ്ഥർക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു നിർദ്ദേശം നൽകുന്നതിന് വേണ്ടി ഒരു ശ്രമവും നടത്തി. അദ്ദേഹം വിളിച്ചോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. പക്ഷേ ഈ മനുഷ്യർ അപ്പോഴും അവിടെ നിന്നു, അവർ ആക്ട് ചെയ്തു. അവർ ആ ട്രെയിനിൽ 3 സംഘങ്ങളായി തിരിഞ്ഞു. കുറച്ച് സമയം നമുക്കറിയാം, വിശാഖപട്ടണം പോലൊരു റെയിൽവേ സ്റ്റേഷൻ എത്ര സമയം ട്രെയിൻ ഹോൾട്ട് ഉണ്ടാവും നമുക്കറിയാം. ആ സമയത്തിനുള്ളിൽ അവർക്ക് ആ തിരച്ചിൽ നടത്തണമെന്ന ബോധ്യം ഈ മനുഷ്യർക്കുണ്ടായി, വിശാഖപട്ടണത്തെ എൻ്റെ പ്രിയപ്പെട്ട മലയാളികൾക്കുണ്ടായി. അവർ അവിടെ 3 സംഘങ്ങളായി തിരിഞ്ഞു എന്ന് കൃത്യമായ ഇടപെടൽ അവർ നടത്തി എന്നുള്ളതാണ്. ആ നടത്തിയ ഇടപെടലാണ് അഭിനന്ദനം അർഹിക്കുന്നത്. അവരാണ് കുട്ടിയെ കണ്ടെത്തിയത്. അവർ കുട്ടിയെ കണ്ടെത്താൻ കാരണമായത് ആ ഫോട്ടോയാണ്. ആ ഫോട്ടോ എടുത്തത് നെയ്യാറ്റിൻകര സ്വദേശി ബബിതയാണ്. ബബിതയ്ക്കും ഞാൻ ഈ സമയത്ത് നന്ദി പറയുന്നു. ഓക്കെ, ഹരിദാസ് ജി, ഒരു കാര്യം കൂടി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സും റെയിൽവേ അധികാരികളും ഉള്ളൊരു സ്ഥലത്ത് പോയി, നമുക്ക് അധികാരമില്ലാത്തൊരു കേന്ദ്രത്തിൽ പോയിട്ടാണ് നമ്മൾ അത് നിയമപ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ തന്ത്രത്തിൽ നിങ്ങൾ ആ കുട്ടിയെ കൂട്ടിക്കൊണ്ടുവന്നതും ആ വനിതാ സ്ത്രീകളെ ഒരു കുരുത്തക്കേട് കാണിക്കാൻ തയ്യാറായിരിക്കുന്ന ഒരു സംഘം സ്ത്രീകളും തയ്യാറായി വന്നിട്ടും അവരിൽ നിന്നൊക്കെ മോചിപ്പിച്ചെടുത്തു. അതിന് നിങ്ങൾക്കൊരു പ്രത്യേക താങ്ക്സ് ഉണ്ട് കേട്ടോ ഹരിദാസ് ജി. താങ്ക് യു. അലക്സ്, യഥാർത്ഥത്തിൽ ഈ ആളുകളൊക്കെ പറയും നല്ല വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് അലക്സിനെ കുറിച്ച് ഓർക്കുമ്പോഴും ഒരു സന്തോഷമുണ്ട്. അത് ഈ ഒരുപക്ഷെ വളരെ ഏറ്റവും ധന്യമായ ഒരു പ്രഭാതത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. കാര്യം പോലീസിന് വളരെ തലവേദന ഉണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു ഈ കഴക്കൂട്ടത്ത് നിന്ന് കാണാതായ പെൺകുട്ടിയുടെ കാര്യം. അതിനെല്ലാം ഒരു ശുഭപര്യവസാനം ഉണ്ടാക്കാൻ മാധ്യമപ്രവർത്തകർക്ക് കൂടി കഴിഞ്ഞു എന്നുള്ളത് അറിയുന്നത് ചെറിയ കാര്യമല്ല. കാര്യം തീർച്ചയായിട്ടും പോലീസ് സേനയുടെ കൃത്യമായ അന്വേഷണം ഇതിൻ്റെ പിന്നിൽ ഉണ്ടായിട്ടുണ്ട്. മലയാളി സമാജം പ്രവർത്തകരുടെ ഓപ്പറേഷനുണ്ട്. ഇതിനെല്ലാത്തിനും ഒരു നന്ദിയുണ്ട്. പറയൂ അലക്സ്. തീർച്ചയായും ഈ വാർത്ത ആദ്യം 24-ന്റെ പ്രാദേശിക ലേഖകൻ സജാദ്, കഴക്കൂട്ടത്തെ നമ്മുടെ പ്രാദേശിക ലേഖകനാണ് സജാദാണ് നമ്മൾ ആദ്യം ഈ വാർത്ത അറിയിക്കുന്നത്. തുടർന്ന് അഖിൽ ഷാ അവിടെ എത്തി. രാത്രി മുതൽ തന്നെ ഈ തത്സമയ സംപ്രേഷണത്തിലേക്ക് നമ്മൾ കടക്കുകയായിരുന്നു. അത്രയും പ്രാധാന്യത്തോടു കൂടെ തന്നെ നമ്മൾ ആ വാർത്ത ഏറ്റെടുത്തു. തൊട്ടു പിന്നാലെ മറ്റെല്ലാ ദൃശ്യമാധ്യമങ്ങളും അവിടെ എത്തി, മാധ്യമപ്രവർത്തകരെല്ലാം അവിടെ എത്തി. ആ രാത്രിയിൽ നമ്മുടെ മാധ്യമപ്രവർത്തകരും മറ്റു ദൃശ്യമാധ്യമങ്ങളുടെ മാധ്യമപ്രവർത്തകരുമെല്ലാം കൈമെയ് മറന്ന് ആ കുട്ടിക്ക് വേണ്ടിയുള്ള തിരച്ചിലിൽ ഭാഗമാകുകയായിരുന്നു അക്ഷരാർത്ഥത്തിൽ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ എല്ലാം ഓർക്കുകയാണ്. അവരെല്ലാം ആ ഉറക്കമുള്ള ഒഴിച്ച ആ രാത്രിയിൽ കടന്നിരുന്നവരാണ്. ഈ പിറ്റേ ദിവസം രാവിലെ 4 മണിയോടുകൂടി ബബിത ഈ ഫോട്ടോയുമായി ബന്ധപ്പെട്ട സൂചന നൽകിയതിന് ശേഷം ഇവിടെ നിന്ന് കന്യാകുമാരിയിലേക്ക് പോലീസ് ഉദ്യോഗസ്ഥർക്കൊപ്പം നമ്മുടെ വാർത്താ സംഘവും കുതിക്കുന്നു. അതിന് തൊട്ടു പിന്നാലെ തലസ്ഥാനത്തെ വാർത്താ സംഘം മുഴുവൻ കുതിക്കുന്നുണ്ട്. അവിടെയെല്ലാം ഈ തലേദിവസം ഉറക്കമുളച്ചിരുന്ന മാധ്യമപ്രവർത്തകരുണ്ട്, അവരെല്ലാം അവർക്കൊപ്പമുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. മണിക്കൂറുകളായി ഈ വാർത്തയുടെ പിന്നാലെ തന്നെ പായുന്ന ഈ കുട്ടിയെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു തുമ്പ് കിട്ടുമോ എന്ന തരത്തിൽ അന്വേഷണം നടത്തിക്കൊണ്ടിരുന്ന കഴക്കൂട്ടത്തെ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. കേരളത്തിലെ മറ്റിടങ്ങളിലെ പോലീസ് ഉദ്യോഗസ്ഥർ, RPF ഉദ്യോഗസ്ഥരുണ്ട്. ഈ നിർദ്ദേശം അവർ കന്യാകുമാരിയിൽ നൽകിയതിനു ശേഷം അവിടെ നിന്ന് സഹകരിച്ച കന്യാകുമാരിയിൽ പോലീസുണ്ട്, RPF ഉണ്ട്. അത്തരത്തിൽ എല്ലാവരും ചേർന്നുള്ള ഒരു പ്രവർത്തനം ഇതിലുണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെ നിന്ന് ചില സുപ്രധാനമായ ലീഡുകൾ ഉണ്ടായി. ആ ലീഡിനനുസരിച്ച് ചില മുന്നോട്ട് പോക്കുകൾ ഉണ്ടായി. ചില സംശയങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തി നമ്മളും ചിലരെ ബന്ധപ്പെട്ടു. അതൊടുവിൽ വിജയം കണ്ടു. അങ്ങനെ ഒരു മലയാളികളുടെ കൂട്ടായ്മയുടെ വിജയം എന്നുള്ളത് മാത്രമേ ഇത് സംബന്ധിച്ച് ഞാൻ പറയുന്നുള്ളൂ. അത്തരത്തിൽ എല്ലാവരും കഠിനാധ്വാനം ചെയ്തവരാണ്.
ഇന്നലെ രാത്രി ഞങ്ങൾ അവിടെ നിന്ന് പുറപ്പെടും വരെയും മറ്റു മാധ്യമപ്രവർത്തകരെല്ലാം കന്യാകുമാരിയിലും അതുപോലെ നാഗർകോവിലും ഒക്കെയായി വാർത്തയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. അവരും സജീവമായി തെരച്ചിലിലുണ്ട്. അവരും ഈ കുട്ടിക്ക് വേണ്ടി ഇടപെടുന്നുണ്ട്, ഇടപെടലിന് ഇറങ്ങിയവരാണ്. അത്തരത്തിൽ അവരെല്ലാം ഈ ഘട്ടത്തിൽ ഓർക്കുന്നുണ്ട്. എസ്കേൻ അവരെല്ലാവരും അവരുടെ ആ രാത്രി, ആ മണിക്കൂറുകൾ, 36 മണിക്കൂർ അവരും സജീവമായി നിന്നവരാണ്. പക്ഷേ ഇങ്ങനൊരു സംശയം തോന്നിയത് കൊണ്ട് മാത്രം ഞാൻ ഈ വിശാഖപട്ടണത്തെ പ്രിയപ്പെട്ട എൻ്റെ ഈ മലയാളി സുഹൃത്തുക്കളെ ബന്ധപ്പെടുകയും അവർ നടത്തിയൊരു അന്വേഷണത്തിൽ ആ കുട്ടിയെ കണ്ടെത്തുകയും ചെയ്തു. അതൊരു സംശയത്തിൻ്റെ പുറത്ത് മാത്രം നമ്മൾ നടത്തിയൊരു നീക്കമാണ്. പക്ഷേ വിജയം കണ്ടു എന്നുള്ളതേ ഉള്ളൂ. അതിൽ എസ്കേൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ക്രെഡിറ്റിൻ്റെ ഒന്നും കാര്യമില്ല. അത് സംഭവിക്കാനിരുന്നതാണ്, സംഭവിക്കണം. അത് സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ആ കുട്ടിക്ക് വലിയ അപകടം ഉണ്ടാകുമെന്ന് തൊട്ടു പിന്നാലെ തന്നെ നമുക്ക് ബോധ്യപ്പെട്ടതുമാണ്. അതുകൊണ്ട് അതിൽ ചാരിതാർത്ഥ്യമുണ്ട്, അങ്ങേയറ്റം അഭിമാനമുണ്ട്, സന്തോഷമുണ്ട് എസ്കേൻ. താങ്ക് യു അലക്സ് റാം മുഹമ്മദ്. എന്തായാലും വിശാഖപട്ടണത്തെ മലയാളി സമാജം പ്രവർത്തകരോട് ഈ ട്രെയിനിൽ കുട്ടിയെ തിരയാൻ പറഞ്ഞ അലക്സ് റാം മുഹമ്മദ് നമ്മുടെ താരമായിട്ട് മാറി. അതുപോലെ ഈ കുട്ടിയുടെ ചിത്രമെടുത്ത ബബിത, ശരിക്കും ബബിതയുടെയും ഒരു വളരെ കൗതുകത്തോടെ എടുത്ത ഒരു ചിത്രം ഒരുപക്ഷെ ഒരു കുട്ടിയുടെ ജീവൻ രക്ഷപ്പെടുത്താൻ പോലും കാരണമായി എന്നുള്ളത് വളരെ സന്തോഷവും അഭിമാനവും നൽകുന്ന കാര്യം തന്നെയാണ്. അതുപോലെ ഇത് സമയോചിതമായി ഇടപെട്ട വിശാഖപട്ടണത്തെ മലയാളി സമാജം പ്രവർത്തകരെയും ഒക്കെ നമ്മൾ അഭിനന്ദിക്കുന്നു. പ്രത്യേകിച്ചും ഹക്കീം, ഹരിദാസ് തുടങ്ങിയ മലയാളി പ്രവർത്തകരെ നമ്മൾ ഓർമ്മിക്കുന്നു. ഒരുപക്ഷെ ചില ആളുകൾ പറയുന്നുണ്ട്, ഇത് ശരിക്ക് നിങ്ങളാണ് ആദ്യം കുട്ടിയെ കണ്ടെടുത്തത്, പക്ഷേ വെറുപ്പിക്കല്ലേ എന്ന് റൈസോൺ സ്കറിയ പറഞ്ഞു. റൈസോൺ സ്കറിയ നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്താണെന്നറിയാം, പലപ്പോഴും ഇത്തരം അന്വേഷണങ്ങൾ ചെന്ന് വലിയ ദുരന്തത്തിൽ അവസാനിക്കുന്ന സാഹചര്യം നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അത്തരമൊരു ദുരന്തത്തിലേക്ക് മുഖം കുത്തി വീഴാതെ ഒരു പെൺകുട്ടിയെ നമുക്ക് രക്ഷപ്പെടുത്തിയെടുക്കാൻ കഴിഞ്ഞു എന്ന് വെച്ചാൽ ചെറിയ കാര്യമല്ല. അത് നമ്മൾ അല്പം വെറുപ്പിച്ചാലും കുഴപ്പമില്ല. കാരണം നമുക്ക് അങ്ങനെ ഒരു ഫീലിംഗ് വരാനേ പാടില്ല. നമ്മുടെ കുട്ടിക്കാണ് ഇത് സംഭവിച്ചത് എങ്കിൽ ആ കുട്ടിയെ മാറ്റി നമ്മുടെ മകളെ എങ്ങാനും അവിടെ പ്ലേസ് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു ടെൻഷൻ, ഒരു മിനിറ്റത്തേക്കൊക്കെ കുട്ടിയെ ഒന്ന് കാണാതായാൽ നമുക്കുണ്ടാകുന്ന ചങ്കിടിപ്പ്, അത് ഓർത്താൽ നമ്മുടെ ഈ വെറുപ്പിക്കലൊന്നും ഒന്നും അല്ലെന്നേ. നമുക്ക് ശരിക്കും പറഞ്ഞാൽ വളരെ വളരെ സന്തോഷത്തോടെ നിൽക്കേണ്ട ഒരു നിമിഷമാണ്. ഇതാരെങ്കിലും ഒരു വാർത്താ ചാനലിൽ ക്രെഡിറ്റ് എടുക്കുന്ന പ്രശ്നമല്ല. ഒരു കുട്ടിയുടെ ജീവനാണ്, വിലപ്പെട്ടൊരു ജീവൻ നമ്മൾ രക്ഷപ്പെടുത്തി. മാത്രമല്ല കൂട്ടിക്കൊണ്ടുപോകാൻ തയ്യാറായ ഒരു സംഘം സ്ത്രീകൾക്ക് നടുവിൽ നിന്നാണ് ഈ വിശാഖപട്ടണത്തെ മലയാളി സമാജം പ്രവർത്തകർ ഈ കുട്ടിയെ രക്ഷിച്ചെടുത്തത് എന്ന കാര്യം നമ്മൾ മറന്നു പോകരുത്. കാരണം കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള റെയിൽവേയുടെ ഒരു പുരയിടത്തിലേക്ക് കയറി RPSF പോലുള്ള സ്ഥാപനങ്ങൾ അവിടെ നിൽക്കുന്ന സമയത്ത് ഒരു അധികാരവുമില്ലാത്ത ഒരു മലയാളി സംഘം പ്രവർത്തകർ അവിടെ കയറി ട്രെയിനിൽ ചെക്കിങ് നടത്തി ഈ കുട്ടിയിൽ സംശയം തോന്നി മറ്റുള്ളവരെ എതിർക്കാം, ഈ കുട്ടിയെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോകുക. ആ സാഹചര്യമൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇന്നലെ വളരെ തന്ത്രപൂർവ്വം ആ കുട്ടിയെ പുറത്തേക്ക് കൊണ്ടുവരികയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാൽ അവരുടെ മനസാന്നിധ്യം നമ്മൾ അഭിനന്ദിക്കുക തന്നെ വേണം.